ഒന്ന് ഗോപിക, ഭരതൻ്റെ കൂടെ ലജ്ജാവതിയിൽ നൃത്തം ചെയ്ത ഗോപിക. അതിന് മുൻപ് എപ്പോഴോ ഒരു സിനിമ ചെയ്തിരുന്നു, എനിക്ക് തോന്നുന്നു തുളസിദാസിൻ്റെ ഒരു സിനിമ ആവണം, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങി, ഭരതൻ്റെ കൂടെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി ആയിട്ടില്ല. എങ്ങനെയാണ് ആ കഥാപാത്രത്തെ, ഞങ്ങളിങ്ങനെ പലരും പല സജഷനും, അങ്ങനെയാണ് തൃശ്ശൂരുള്ളൊരു കുട്ടിയാണ്, ഇന്ന് കാണാൻ വരും. ഒരു ഓട്ടോറിക്ഷയിൽ അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയും കൂടെ വരുന്നു. കണ്ടൊരു വളരെ മലയാളിത്തമുള്ള, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു ആ കുട്ടിയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം എന്ന് തോന്നുന്ന, കോൺഫിഡൻസ് തോന്നുന്ന ഒരു കുട്ടി. വരുമ്പോഴേ നമ്മൾ കൊടുക്കുന്ന സീക്വൻസൊക്കെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സീൻസൊക്കെ ആയിരിക്കും അഭിനയിക്കാൻ കൊടുക്കുന്നത്. അതായത് നൃത്തം ചെയ്യുന്ന സീന്, ഭരതൻ്റെ കൂടെ നൃത്തം ചെയ്യാനുള്ള സീക്വൻസൊക്കെയാണ് ആദ്യം കൊടുക്കുന്നത്. അതിൽ നന്നായിട്ട് ഭരതൻ്റെ കൂടെ അതേ ബാലൻസിൽ ഗോപിയെ ചെയ്യുകയാണ്. ഗോപിയെ പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് വളരുന്നു. കാരണം ഇതേ സമയം തന്നെ ഓട്ടോഗ്രാഫ് എന്നുള്ള ഗോപിക അഭിനയിക്കുന്നൊരു സിനിമ തമിഴിൽ ഹിറ്റാവുന്നു. രണ്ടും ഈ ഹിറ്റാവുന്നു. ഗോപിക ഭയങ്കര ഒരു സെൻസേഷണൽ ഹിറ്റ് ആക്ട്രസ്സായി മാറുന്നു. നമ്മൾ തെലുങ്കിൽ ഗോപിക അഭിനയിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ, ഇതേ സിനിമ വിളിക്കുമ്പോൾ ഗോപിയെ ബിസിയസ്റ്റാണ്, ഏറ്റവും ബുദ്ധിമുട്ടാണ് ഗോപിയുടെ ഡേറ്റ് കിട്ടാൻ.